അങ്ങനെ ഫൈനലി നമ്മുടെ കോമണേഴ്സ് എൻട്രി പ്രൊമോ വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ബിഗ് ബോസിൽ എങ്ങനെയാണ് കയറേണ്ടത്, എങ്ങനെ അപേക്ഷിക്കണം, എപ്പോൾ അപേക്ഷിക്കണം, എന്താണ് പ്രൊമോ വരാത്തതെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അഗ്നി പരീക്ഷയുടെ പ്രൊമോ, അതെ അഗ്നി പരീക്ഷ എൻട്രി പ്രൊമോ വന്നിരിക്കുകയാണ്. ലാലേട്ടനുണ്ട്, ഒപ്പം ബിഗ് ബോസിൽ ഇതുവരെയുള്ള കോമണേഴ്സും ഉണ്ട്. അനീഷ്, ഗോപിക, നന്ദന, റസ്മിൻ എല്ലാവരും ഈ പ്രൊമോയിലുണ്ട്. എന്താണ് സംഭവം, എങ്ങനെ അപേക്ഷിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ്, നിങ്ങൾ എങ്ങനത്തെ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ജൂൺ 6 നമ്മുടെ ഷെവീസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എവിടെ പോയി, രണ്ടാഴ്ച എത്ര ആഴ്ച ആയില്ലേ, ഒരാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ, കാത്തിരിക്കുന്നു. അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. എപ്പോൾ എങ്ങനെയെന്ന് പോലും ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചേച്ചി എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരും എന്നാൽ അപ്പോൾ അതാ വന്നു. ഞാൻ വിചാരിച്ചു നാളെ ആയിരിക്കും, ഇന്നും ഒരു ഹോപ്പില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ദേ കിടക്കണു പ്രൊമോ. അതെ, ആ പ്രൊമോയ്ക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കണമെന്ന് പറയാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് വഴി ഒരുപാട് പേര് ഹെയർ ഓയിൽ മേടിക്കുന്നുണ്ട്. അപ്പം ബ്രിങ്ക ഗോൾഡ് ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവരെല്ലാവരും ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ പിൻ ചെയ്തേക്കാം. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, ബുക്ക് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് നമ്മുടെ കോമണേഴ്സ് എൻട്രി അഗ്നി പരീക്ഷ എൻട്രി പ്രൊമോ. അപ്പോൾ അഗ്നി പരീക്ഷയെ കുറിച്ചിട്ട് എന്താണ് ചേച്ചി അഗ്നി പരീക്ഷ എന്ന് ഇപ്പോൾ അറിയുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, കഴിഞ്ഞ വീഡിയോ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അഗ്നി പരീക്ഷ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തെലുങ്ക് ബിഗ് ബോസിൽ നിങ്ങൾ ഇതേ സംഭവം തന്നെ നടന്നിരിക്കുന്നത്. ആ തെലുങ്ക് ബിഗ് ബോസ് ഒന്ന് എടുത്ത് നോക്കുക. അതായത് ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9 അഗ്നി പരീക്ഷ എന്ന് എടുത്ത് അടിച്ചു കൊടുത്താൽ അവരുടെ 15 എപ്പിസോഡ്സ് ഇങ്ങി വരും. അത് കണ്ടു നോക്കിയാൽ മതി. ഇതാണ് അഗ്നി പരീക്ഷ, മനസ്സിലായില്ലേ? ഇതിലും നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ കോമണേഴ്സിന് വേണ്ടിയിട്ടാണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞൊരു ഷോ സെപ്പറേറ്റ് ആയിട്ട് ഇപ്രാവശ്യം നമ്മുടെ മലയാളം ബിഗ് ബോസ് വെക്കുന്നത്. അപ്പം അതിന് എങ്ങനെ എൻട്രി ചെയ്യാം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടനും ബാക്കി കോമണേഴ്സും വന്നിരിക്കുന്നത്. ആദ്യത്തെ ഫ്രെയിമിൽ കാണിക്കുന്നത് നമ്മുടെ അനീഷ്, ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗോപികയുടെ എൻട്രി. അപ്പം ഗോപിക വരുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ കോമഡറാണ്. ശരിയാണ്, ആദ്യത്തെ കോമഡറാണ്. നല്ല ഗെയിമറുമായിരുന്നു നമ്മുടെ ഗോപിക. അപ്പോൾ ഗോപിക പറയുന്നുണ്ട് സീസൺ 5 വന്ന് ലൈഫ് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂർ, അപ്പോൾ ഉടനെ നന്ദനയുടെ എൻട്രി, ഉടനെ നന്ദന വരെയാണ്. തൃശ്ശൂരുകാരനായിട്ട് അനീഷേട്ടനെ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് കേട്ടോ. ആരും അറിയാതിരുന്ന എന്നെ മലയാളികൾ മുഴുവനും ബിഗ് ബോസ് നന്ദനയാക്കി മാറ്റിയതാണ് കേട്ടോ. സീസൺ 6 കാരണമാണെന്ന് പറയുന്നുണ്ട്. അഭിനയിക്കാൻ അവസരം കിട്ടി, അങ്ങനെ വേറെ വൈബ് തന്നെ ആയി എന്നാണ് നന്ദന പറയുന്നത്. അങ്ങനെ അനീഷ് പറയുന്നുണ്ട് ഓരോ സീസൺ കഴിയും തോറും കൂടുതൽ സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ മലയാളം ബിഗ് ബോസ് ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഈ ഡയലോഗ് അനീഷിനെ കൊണ്ട് തന്നെ പറയിക്കണം. അനീഷ് അനീഷ് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം റസ്മിൻ വരെയാണ്. ഹലോ, ഞാനിവിടെ ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണർ 3 ആയിരുന്നു, ഞാനും നന്ദനയും നിഷാനയും. അംഗം തുടങ്ങിയത് ഇവിടെയാണ്, സീസൺ 6 റസ്മിൻ ഭായ് എന്ന സാധാരണക്കാരിയിൽ നിന്ന് എന്നെ ലോകം മുഴുവൻ അറിഞ്ഞ് ലൈഫ് ബ്യൂട്ടിഫുൾ ആയി എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അനീഷ് ടി എ എന്ന് പറഞ്ഞൊരു കോടന്നൂർകാരനെ കോടിക്കണക്കിന് മലയാളികളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനാക്കിയത് ആരാണ്, എന്താണ്? അത് ബിഗ് ബോസ് മലയാളമാണ്. അപ്പോൾ പുതിയ ബിഗ് ബോസ് മലയാളം സീസൺ വരുന്നുണ്ട്. അഗ്നി പരീക്ഷ സാധാരണക്കാർക്ക് അവസരം നൽകാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ജീവിതം മാറ്റും എന്ന് അനീഷ് പറഞ്ഞ് നിർത്തുന്നു. അവിടെ ലാലേട്ടൻ വരുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിൽ എങ്ങനെ പങ്കെടുക്കാം, എന്താണ് സംഭവം, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഒന്നുമില്ല, ഇതുവരെയുള്ള കോമണേഴ്സ് സെൻറ്ററിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. മറ്റേ മൈജിയിലൊന്നും പോകണ്ട ഇപ്രാവശ്യം സംഭവം ക്ലിയർ ആണ്. നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മളൊരു വീഡിയോ എടുക്കണം. 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണ് എടുക്കേണ്ടത്. വീഡിയോയിൽ എന്ത് കണ്ടന്റാണ് വേണ്ടത്? നിലപാട്, നിങ്ങളുടെ നിലപാട്, വ്യക്തിത്വം വ്യക്തമാക്കുന്ന, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് വേണ്ടത്. നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് വേണ്ടത്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ തയ്യാറാക്കി അയക്കുക. അതിൽ 3 മിനിറ്റിന് താഴെയാണ് വേണ്ടത്. അതിൻ്റെ സൈസ് 50 MB ആണ്, 50 MB ആണ് അതിൻ്റെ സൈസ്. എന്നിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്രാവശ്യം അവർ വെബ്സൈറ്റും കൂടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കാര്യം ഒരുപാട് വെബ്സൈറ്റുകൾ ഇങ്ങനെ പറന്ന് നടക്കും ഈ സമയത്ത്. ഫേക്ക് വെബ്സൈറ്റുകൾ, ഞാൻ കയറ്റാം, നമ്മൾ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കുറേ വരും. സോ അതൊക്കെ ഫ്രോഡൊക്കെയാണ്. അതുകൊണ്ട് അതിലൊന്നും പെടാതെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അത് ക്ലിയർ ആയിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് പറയുന്നുണ്ട്. asianet.geostar.com/bb8 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജൂൺ 15 ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ അതിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ
ഇങ്ങനെ കാണിക്കുന്നുണ്ട് വെബ്സൈറ്റ് ഇതാണ് എന്നൊക്കെ അതിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. തെറ്റരുത് തെറ്റിപ്പോവരുത് എന്നുള്ള രീതിയിൽ വെബ്സൈറ്റിൻ്റെ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. കണ്ട സീസൺ 8ൻ്റെ ലോഗോയും ഒക്കെ വെച്ചിട്ട് വെബ്സൈറ്റ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോ ഇതാണ് നമ്മുടെ കോമണേഴ്സ് എൻട്രി പ്രൊമോ. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിക്കോളൂ. വളരെ സിമ്പിളായിരിക്കും. എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിരിക്കണം. ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് വീഡിയോസ് നിങ്ങൾ എടുത്തു വെക്കരുത്. പിന്നെ ഒരിക്കലും ഫേക്ക് വീഡിയോസ് നിങ്ങൾ എടുത്തു വെക്കരുത്. കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ എൻട്രി കിട്ടും, പക്ഷെ നിങ്ങൾ അകത്ത് പോയിട്ട് കംപ്ലീറ്റ്ലി ആ വീഡിയോയിൽ കാണാത്ത ഒരാളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താണോ നിങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് കൊടുക്കും, നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് എന്ത് കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അതും കൂടെ മനസ്സിൽ ഇതാക്കിയിട്ട് വേണം ഒരു ഇത് എഴുതുക. കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ സംഭവങ്ങൾ എഴുതുക. സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ റെഡിയാക്കുക. വളരെ ലളിതമായിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം. അവർ പെട്ടെന്ന് തന്നെ അത് കൺവിൻസ് ചെയ്യാൻ കഴിയണം ആ വീഡിയോയിലൂടെ. അല്ലാണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എടുത്തു വെക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ വളരെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ. പിന്നെ നിങ്ങൾ അവർക്ക് കണ്ടൻറ്റാണ് വേണ്ടത്, അല്ലാതെ ഇപ്പം നിങ്ങളെ കേട്ടിട്ട് അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് വേണ്ടത് കണ്ടൻറ്റാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. 7 ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്ക് വേണ്ടത് കണ്ടൻറ്റ് മാത്രമാണ്. അതിൽ ഏതോ അങ്ങനെയൊന്നുമില്ല, കണ്ടൻറ്റ് മാത്രമാണ്. അപ്പോൾ ആ കണ്ടൻറ്റ് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഇത് അവർക്ക് കിട്ടണം, എന്നാലാണ് നിങ്ങൾ എടുക്കുക. അപ്പോൾ ആദ്യം ഒരുപാട് എൻട്രീസ് വരും. നമ്മുടെ ഇത് ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ 15 തന്നെ 15 വരെ കാത്തു നിൽക്കാതെ അതിന് മുന്നേ തന്നെ അയക്കാൻ നോക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരു മാസത്തിനകം തന്നെ നമ്മുടെ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അത് ലൈവ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ലൈവ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഒരു തലേദിവസം ഷൂട്ട് ചെയ്ത എപ്പിസോഡ് അടുത്ത ദിവസം കാണിക്കും. അങ്ങനെയാണ്. എന്തായാലും ഒരു 15 to 20 എപ്പിസോഡ്സ് നീണ്ട ഒരു ഷോ ആയിരിക്കും ഈ അഗ്നിപരീക്ഷ. അപ്പോൾ എന്തായാലും ഒരുപാട് എൻട്രീസ് വരും. ആ എൻട്രീസിൽ നിന്ന് ഏകദേശം ഒരു 50ഓളം ആൾക്കാരെ ആയിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. എനിക്ക് കറക്റ്റൊന്നും അറിയില്ല. ഞാൻ ഈ തെലുങ്കു ബിഗ് ബോസിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 50ഓളം ആൾക്കാരെ അവർ ഈ അഗ്നിപരീക്ഷ ഷോയിലേക്ക് എടുക്കും. സോ നോക്കിക്കേ, ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 50 പേരേക്ക് എടുക്കുകയുള്ളൂ. കാര്യം ആ ഷോയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര എടുക്കാൻ പറ്റുള്ളൂ. 100 പേരെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പം വളരെ വ്യത്യസ്തരായ വളരെ നമ്മൾക്ക് എൻ്റർടൈനിങ് ആയ ഇയാളിൽ നിന്ന് നമുക്ക് ബിഗ് ബോസിൽ എന്തെങ്കിലും കിട്ടും, ഇയാളൊരു കണ്ടന്റ് മേക്കർ ആണ്, ഇയാളൊരു എൻ്റർടൈനർ ആണ്, ഇയാളൊരു വിജയിയാവാൻ സാധ്യതയുണ്ട്, ഇയാളൊരു ക്രൗഡ് പുള്ളർ ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർ എടുക്കുകയായിരിക്കും. അത് അവരുടെ ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. എന്തായാലും അവരത് 50 പേരെ എന്തായാലും മാക്സിമം ഒരു 50 പേരെ വരെ എടുക്കുകയുള്ളൂ കേട്ടോ, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ജൂൺ 6, ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. അടുത്ത ഈ ജൂൺ 25, 26 ഈ ജൂൺ അവസാനത്തിനകം തന്നെ മിക്കവാറും അവർ 50 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിന് ഫസ്റ്റ് പ്രൊമോ വരും. ഇപ്പം മിക്കവാറും അവർ നമ്മുടെ ഹോസ്റ്റ് ആരായിരിക്കും, ജഡ്ജസ് ആരായിരിക്കും, അതിനുള്ള തിരച്ചിലായിരിക്കും. ഇപ്പോഴും ആരായിരിക്കും ഹോസ്റ്റ്, ആരായിരിക്കും ജഡ്ജ്. അയ്യോ ഞാനും ത്രില്ഡാണ്. ആരായിരിക്കും ഹോസ്റ്റ്, ആരായിരിക്കും ജഡ്ജ്? സത്യമായിട്ടും കേട്ടോ. ഹോസ്റ്റ് ആരായിരിക്കും എന്നൊക്കെയുള്ള കാര്യം എല്ലാവരും ബിഗ് ബോസ് തന്നെ ആയിരിക്കും. ബിഗ് ബോസ് വിന്നർ ആവാം, റണ്ണറപ്സ് ആവാം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്ന് ശ്രദ്ധ നേടിയ ആൾക്കാരാവാം, അല്ലെങ്കിൽ പബ്ലിക് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവരിൽ ആരെങ്കിലുമൊക്കെ ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ജൂൺ ലാസ്റ്റ് തൊട്ട് ജൂലൈ ഫസ്റ്റ് വരെ അഗ്നിപരീക്ഷ ജഡ്ജസ് പ്രൊമോ വരും. മിക്കവാറും അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജഡ്ജസും ഹോസ്റ്റും ഒക്കെ ഉള്ളൊരു പ്രൊമോ വരും. അങ്ങനെ ജൂലൈയിൽ മിക്കവാറും ജൂലൈ ഒരു പകുതിയാകുമ്പം മിക്കവാറും അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഒരു 15 അഗ്നിപരീക്ഷ ഷോ, ഈ നമ്മുടെ കോമണേഴ്സിനെ വെച്ചിട്ടുള്ള അഗ്നിപരീക്ഷ ഷോ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ നോക്കിയാൽ മതി. തെലുങ്കു ബിഗ് ബോസ് സീസൺ 9 അഗ്നിപരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എപ്പിസോഡ്സും കാണാൻ പറ്റും. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, തെലുങ്കിലാണ്, സബ് ടൈറ്റിൽസില്ല. വളരെ കഷ്ടമായിപ്പോയി. എന്തായിരുന്നാലും അത് എപ്പിസോഡ്സ് കാണാൻ സാധിക്കും. ഈ അഗ്നിപരീക്ഷ കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനകം തന്നെ ഒരു ദിവസത്തിനകം തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യും. ഗ്രാൻഡ് ലോഞ്ചാണ് നടക്കാൻ പോകുന്നത് വിത്തിൻ 2 days. കാര്യം പറഞ്ഞാൽ ഇത് വോട്ടേഴ്സിൻ്റെ വോട്ടിങ്ങിലൂടെ ആയിരിക്കും മിക്കവാറും തിരഞ്ഞെടുക്കുന്നത്. ഇതിനകത്ത് കോമണേഴ്സിനെ വോട്ടിങ്ങിന് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. ജഡ്ജസ് തിരഞ്ഞെടുക്കുന്ന 2-3 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ വിത്തിൻ 2 days നമ്മുടെ ബിഗ് ബോസ്, അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക്, മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കും. ഏകദേശം നമ്മളിപ്പോൾ ഈ മാസം മൊത്തം മിക്കവാറും ഇതിൻ്റെ ഒരു ചർച്ചയൊക്കെ ആയിരിക്കും. ജൂലൈ ആകുമ്പോഴത്തേക്കും പകുതി ആവുമ്പോൾ നമ്മൾ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിനി ചർച്ച ചെയ്യാൻ കൂടുതലൊന്നും ഇല്ല. ഇപ്പോൾ ഈ 2 മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമണേഴ്സിന് വളരെ നിർണായകമായ ഒരു മാസം. ഈ ഒരു 2 ആഴ്ച എന്ന് പറയുന്നതാണ്
അപ്പം മാക്സിമം ഈ അഗ്നി പരീക്ഷയിൽ വരികയും അതും ഒരു നല്ല കാര്യമാണ് കേട്ടോ. കാര്യം നിങ്ങൾക്ക് അത്ര എക്സ്പോഷർ കിട്ടും. നിങ്ങൾക്ക് 15-20 എപ്പിസോഡ് നിങ്ങളെ ആൾക്കാർക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനകത്ത് പെർഫോമൻസ് കാണാൻ സാധിക്കും. സോ അതും വളരെ വലിയ കാര്യമാണ്. ഈവൻ ബിഗ് ബോസിലേക്ക് എടുത്തില്ലെങ്കിൽ കൂടി നിങ്ങളെയും അങ്ങനെ അറിയുമല്ലോ. അപ്പോൾ ഈ 10-20 എപ്പിസോഡ്സ് നിങ്ങളെ ബേസ് ചെയ്ത് വരെയാണ്. അപ്പോൾ അതും വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ എണ്ണ വേണമെന്നുള്ളവരെല്ലാവരും നമ്മുടെ വാട്സപ്പ് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ്, എനിക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇനിയൊരു സമയമാണ് കേട്ടോ. ഇനിയൊരു നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ കഴിയുന്ന നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക. വേറെ ഒന്നിനും പോയി വീഴാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.